എന്താണ് മിറാക്കിൾ വേവ് പോസിറ്റീവ് കമ്മ്യൂണിറ്റി എന്ന് പലരും കാണുമ്പോൾ ചോദിക്കാറുണ്ട്. കുറേ ആളുകൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. മിറാക്കിൾ വേവ് പോസിറ്റീവ് ക്ലബ്ബ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് കൂട്ടായ്മയാണ്. നമുക്ക് നമ്മളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനും നമ്മളുടെ ലൈഫ് ബാലൻസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളൊരു കൂട്ടമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അച്ചീവ്മെൻറ്റുകൾ വേഗത്തിലാക്കാനൊക്കെ പറ്റും. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് മിറാക്കിൾ വേവ് പോസിറ്റീവ് ക്ലബ്ബ്. നിരവധി പ്രോഗ്രാമുകൾ, ലൈഫ് കോച്ചിങ് പ്രോഗ്രാമുകൾ നമ്മൾ ഇതിൻ്റെ കീഴിൽ നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എല്ലാ ദിവസവും രാവിലെ നടത്തുന്ന മിറാക്കിൾ മോർണിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാം. മിറാക്കിൾ മോർണിംഗിൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ള പല കാര്യങ്ങളും തെറ്റായിരുന്നു എന്ന്, അതല്ലെങ്കിൽ അതിനേക്കാൾ ശരിയായിട്ടുള്ള രീതി മറ്റൊന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് മിറാക്കിൾ മോർണിംഗ്. നമ്മളുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുന്ന, നമ്മളുടെ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വിജയിച്ച ആളുകൾ കൊണ്ടുവന്നിട്ടുള്ള, വിജയിച്ച ആളുകൾ ചെയ്തു പോന്നിട്ടുള്ള അവരുടെ ഹാബിറ്റുകൾ, അവർ വിജയിക്കാൻ കാരണമായിട്ടുള്ള ഹാബിറ്റുകൾ, ഇതെല്ലാം നമ്മളുടെ ലൈഫിൽ എങ്ങനെ പകർത്തിയെടുക്കാം, എങ്ങനെ നമുക്ക് ചെയ്യാം, നമുക്ക് ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് മിറാക്കിൾ മോർണിംഗ് പ്രോഗ്രാം. അതുപോലെ തന്നെ നമ്മൾ നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് മിറാക്കിൾ എക്സ് എന്ന് പറയുന്ന പ്രോഗ്രാം. മിറാക്കിൾ എക്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ഹെൽത്ത്, നമ്മുടെ ഫാമിലി, നമ്മുടെ കരിയർ തുടങ്ങി വിവിധ മേഖലകൾ, ആ മേഖലയെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയാണ് ലൈഫ് ബാലൻസിങ് സീക്രട്ട് എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അവിടെ നമ്മൾ കൃത്യമായി എവിടേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഏതാണ്, നമ്മളുടെ ഫാമിലി ലൈഫിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ നമ്മുടെ ബിസിനസ്സിന് പരാജയം സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് കൃത്യമായിട്ടല്ല പോകുന്നത്. നമ്മുടെ ബിസിനസ്സിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫാമിലിക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ അവിടെയും അപാകതകളുണ്ട്. അങ്ങനെ തുടങ്ങി വിവിധ മേഖലകളെ എങ്ങനെ കൃത്യമായി എവിടെ നമുക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം, ഏതിനാണ് കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത്, പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് കൃത്യമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രോഗ്രാമാണ് മിറാക്കിൾ എക്സ് നടത്തുന്ന ലൈഫ് ബാലൻസിങ് സീക്രട്ട്. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ്, നമുക്ക് നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരുപാട് കാരണങ്ങളുണ്ടാവും. ആ കാരണങ്ങളിൽ നിന്ന് നമുക്ക് ഒരു ഹീലിങ്ങിലൂടെ ഓരോ ബ്ലോക്കുകളെയും, ഓരോ മൈൻഡ് ബ്ലോക്കുകളെയും ഹീൽ ചെയ്തുകൊണ്ട് നമുക്ക് പുതിയൊരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകാനും പുതിയ ചിന്താഗതികളെ കൊണ്ടുവരാനും ഒക്കെ പറ്റുന്ന പ്രോഗ്രാമാണ് മിറാക്കിൾ എക്സ്. മിറാക്കിൾ എക്സിൻ്റെ മറ്റൊരു ഭാഗമാണ് മൈൻഡ് സെറ്റ്, അതേപോലെ തന്നെ മൈൻഡ് പവർ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൻ്റെ ശക്തിക്ക്, നമ്മുടെ മൈൻഡിന് എത്രത്തോളം പവർ ഉണ്ടെന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയും. നമ്മളുടെ പ്രായം പോലും എങ്ങനെയാണ് ഇത്രയും കുറഞ്ഞത്, നമ്മുടെ മുൻഗാമികൾ എത്രയോ പ്രായം ജീവിച്ചിരുന്നു, എന്തുകൊണ്ട് നമുക്ക് പ്രായം കുറഞ്ഞു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതേപോലെ തന്നെ പല അച്ചീവ്മെൻറ്റുകളും നമുക്ക് നേടാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. ആ മൈൻഡ് സെറ്റ് തിരുത്തിക്കൊണ്ട് അതിനെ ഹീൽ ചെയ്തുകൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് പുതിയ അച്ചീവ്മെൻറ്റുകൾ നേടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ വിവിധ മേഖലകളെ മാനേജ്മെൻറ്റ് ചെയ്യാൻ, ടൈം മാനേജ്മെൻ്റ് ആവട്ടെ, മണി മാനേജ്മെൻ്റ് ആവട്ടെ, അത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് മേഖലകളുണ്ട്. ആ മേഖലകളെ എങ്ങനെ നമുക്ക് കൃത്യമായി മാനേജ് ചെയ്തുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുമെന്നുള്ളത് നമ്മളവിടെ പഠിക്കും. അതേപോലെ തന്നെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരോട് നമ്മൾ ഇടപഴകുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത് അവരെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അറിഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഏറെക്കുറെ പ്രശ്നങ്ങളില്ലാതെ, നമുക്ക് എന്തുകൊണ്ട് ആ വ്യക്തി നമ്മളോട് അങ്ങനെ സംസാരിക്കുന്നു, എന്തുകൊണ്ട് ഞാനിങ്ങനെയായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പേഴ്സണാലിറ്റി അനാലിസിസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയും. അവിടെ നമ്മൾ മറ്റുള്ളവരെന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു, നമ്മളോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ ലൈഫിൽ നമ്മൾ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള അഫർമേഷനുകളും ഏറെക്കുറെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള സീക്രട്ടുകളും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ സെൽഫ് ലവിൻ്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട്, അതെങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് വളർത്തിയെടുക്കാം, അതേപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, അതേപോലെ തന്നെ ഫോർഗീവ്നെസ്, ഇങ്ങനെ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യാം, അതിൻ്റെ ശരിയായിട്ടുള്ള രീതി എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് വളരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ് നമ്മളെ ഒരുപാട് ട്രെയിനർമാർ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്.
എനിക്ക് പറയാനുള്ളത് ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് മാത്രം കാര്യമില്ല, ആക്ഷനാണ് ഏറ്റവും പ്രധാനം. ആക്ഷൻ ഇല്ലാതെ ഏത് ലോ ഓഫ് അട്രാക്ഷൻ ആണെങ്കിലും അത് ഫലിക്കാൻ പോകുന്നില്ല. അത് ഫലിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള ആക്ഷനുകൾ വേണം. ഇനി ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമുക്ക് നമ്മളുടെ സാഹചര്യങ്ങൾ അനുകൂലമായി വരും. ആ സാഹചര്യങ്ങൾ അനുകൂലമായി വന്ന് നമുക്ക് ആ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ് നമുക്ക് നേടിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മളിൽ നിലനിർത്താൻ പറ്റില്ല. അത് നിലനിർത്തണമെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് മിറാക്കിൾ എക്സ് എന്ന് പറയുന്ന പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും അവരുടെ ജീവിതത്തിൽ അവർ സെറ്റ് ചെയ്തിട്ടുള്ള ഗോളുകൾ അവരെന്നാണോ അത് നേടാൻ ഉദ്ദേശിക്കുന്നത് അതിനേക്കാൾ വേഗത്തിൽ അച്ചീവ് ചെയ്യാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ പറഞ്ഞു തരിക മാത്രമല്ല, നമ്മളുടെ കൂടെ ഒരു യാത്ര തുടങ്ങുകയാണ്. അതെല്ലാം ഇതേപോലെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ള ആളുകളോട് ഒരുമിച്ചുള്ള ഒരു യാത്രയാണ്. അവിടെ അച്ചീവ് ചെയ്തവരുടെ നേട്ടങ്ങൾ കാണുമ്പോൾ, അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ, അവർ നേടിയെടുത്തതിൻ്റെ അനുഭവങ്ങൾ പറയുമ്പോൾ നമുക്ക് കൂടുതൽ പ്രചോദനം ലഭിക്കുകയും നമ്മളുടെ വഴി നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനുള്ള സമയം നമുക്ക് കുറച്ച് മതിയാവുമെന്നുള്ളതാണ്. കാരണം നമ്മൾ നേടിയെടുത്തവർ എന്താണോ ചെയ്തത് അതിനെയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. നമ്മൾ വിജയിച്ച ആളുകളോടൊപ്പം സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം വിജയിച്ച ആളുകൾ അതെങ്ങനെയാണ് നേടിയെടുത്തതെന്ന് നമുക്ക് ഷെയർ ചെയ്ത് വരുമ്പോൾ ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് എളുപ്പമാണ്. അവർ നേരിട്ടിട്ടുള്ള അവരുടെ പ്രതിസന്ധികൾ നമ്മളോട് ചർച്ച ചെയ്യുകയും അതെങ്ങനെ അവർ പരിഹരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമ്പോൾ നമ്മളുടെ യാത്ര കുറച്ചും കൂടി വേഗത്തിലാവും. അങ്ങനെ നമ്മൾ കുറച്ച് അപ്പുറത്തേക്ക് സെറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ലക്ഷ്യങ്ങൾ അത് നമ്മൾ വളരെ വേഗത്തിൽ തന്നെ അച്ചീവ് ചെയ്യുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതെല്ലാം പറ്റുന്ന ഒരു കൂട്ടായ്മയാണ് മിറാക്കിൾ വേവ് പോസിറ്റീവ് ക്ലബ്ബ് എന്ന് പറയുന്നത്. ഈ ക്ലബിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഉണ്ടാവും. ഉപയോഗപ്പെടുത്തുക. ലക്ഷ്യം നേടിയെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ക്ലബ്ബിലേക്ക് പോകുന്നുള്ളൂ. നിങ്ങളുടെ ലക്ഷ്യം തീർച്ചയായിട്ടും വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ നേടിയെടുത്തിരിക്കും. താങ്ക് യു.